ഇലഞ്ഞി ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിലുള്ള ഓണസമൃദ്ധി 2025 കാർഷിക ചന്തയുടെ ബ്ലോക്ക് തല ഉദ്ഘാടനം ഇലഞ്ഞി ഗ്രാമപഞ്ചായത്ത് അങ്കണത്തിൽ പിറവം MLA അഡ്വക്കേറ്റ് അനൂപ് ജേക്കബ് നിർവഹിച്ചു. നമ്മുടെ നാട്ടിൽ ഉള്ള ഉൽപ്പന്നങ്ങൾ ഇത്തരത്തിലുള്ള ഓണച്ചന്തകൾ വഴി നൽകാൻ കഴിയുന്നതാണ് ഏറ്റവും അഭികാമ്യവും. അതിന് ഒരു ചന്ത കേന്ദ്രീകരിക്കുക എന്നുള്ളതാണ് ആവശ്യം. അതാണ് ഓണച്ചന്തയുടെ ഒരു പ്രത്യേകതയായിട്ട് എടുക്കാൻ കഴിയുന്നത്. വിലക്കുറവിൽ സാധനങ്ങൾ കിട്ടുകയും നമ്മുടെ കർഷകരുടെ ഉൽപ്പന്നങ്ങൾ ആ വിപണിയിൽ എത്തുകയും ചെയ്യുക എന്നതാണ്. ആ രീതിയിൽ ഇത്തരത്തിലുള്ള പരിപാടികൾ ക്രമീകരിക്കുന്ന ബ്ലോക്ക് തലത്തിലുള്ള പ്രോഗ്രാം എന്നിവയാണ് അദ്ദേഹത്തിന് സൂചിപ്പിച്ചിരുന്നത്. അതിന് താല്പര്യപൂർവ്വം മുന്നോട്ട് വന്ന ഗ്രാമപഞ്ചായത്തിനും ഭരണസമിതിയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. സംസ്ഥാന തലത്തിലുള്ള ഏറ്റവും മികച്ച കർഷകനെന്നും വെക്കുമ്പോൾ അത് മോനുവിൻ്റെ വിവിധ പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും വലിയ ഏറെ പ്രചോദനവും മാതൃകാപരവും തന്നെയാണ്. കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് എറണാകുളത്ത് പിറവത്ത് നടന്ന പരിപാടി അദ്ദേഹത്തെ പ്രത്യേകമായി ആദരിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ വിവിധ തലങ്ങളിൽ ഇന്ന് സംസ്ഥാനത്തൊട്ടാകെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഇന്ന് ചർച്ച ചെയ്യുന്ന നിലയിലേക്ക് വരാനും അത് മറ്റുള്ള യുവാക്കൾക്ക് കൂടുതൽ കാർഷിക മേഖലയിലേക്ക് വരുവാനും കഴിയുന്ന നിലയിൽ ആവട്ടെ എന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ ആശംസിക്കാനുള്ള എല്ലാ അഭിനന്ദനങ്ങളും കൂടി നേർന്നുകൊണ്ട് ഈ ഓണച്ചന്ത ഉദ്ഘാടനം അറിയിക്കുന്നു. നമസ്കാരം. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രീതി അനിലിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷെർലി ജോയ് ആദ്യ വിൽപ്പന നിർവഹിച്ചു. സംസ്ഥാന സർക്കാരിന്റെ 2024-25 മികച്ച യുവ കർഷകനുള്ള അവാർഡ് നേടിയ മോനു വർഗീസ് മാമനെ അനൂപ് ജേക്കബ് MLA പുരസ്കാരം നൽകി ആദരിച്ചു. കൃഷിക്കാരിൽ നിന്നും നേരിട്ട് ശേഖരിച്ച വിവിധയിനം പച്ചക്കറികളും കാർഷിക ഉൽപ്പന്നങ്ങളും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും ഇവിടെ മിതമായ നിരക്കിൽ ലഭ്യമാണ്. യോഗത്തിൽ ഇലഞ്ഞി ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ മോളി എബ്രഹാം, അസിസ്റ്റന്റ് ഡയറക്ടർ ആഭാരാജ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ MP ജോസഫ്, സുരേഷ് ജോസഫ്, സുജിത സദൻ, കൃഷി ഓഫീസർ എൽദോസ് എബ്രഹാം, സംസ്ഥാന പുരസ്കാര ജേതാവ് മോനു വർഗീസ് മാമൻ, ADC അംഗം KG ഷിബു തുടങ്ങിയവർ പങ്കെടുത്തു.